നമസ്കാരം. സി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ നിഖിൽ ഗോപാലകൃഷ്ണൻ, പെൻഡാഡ് സെക്യൂരിറ്റീസ് CEO. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ കയ്യിലുണ്ടാകുന്നില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പലർക്കും ഇപ്പോഴും കയ്യെത്തി പിടിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ദൂരം തന്നെയായി ചൂണ്ടിക്കാട്ടാറുണ്ട്. എത്ര രൂപ കിട്ടിയാലും അത് തികയാത്തൊരവസ്ഥ. എന്നാൽ സാലറിയിൽ ഒരു ഹൈക്കുണ്ടായാൽ പോലും അതുകൊണ്ടും ഒരു തരത്തിലും ഈ ചിലവൊന്നും നമുക്ക് പൂർണ്ണമായും മറികടന്നു പോകാൻ കഴിയുന്നില്ല, അതിനെ ഒന്നും തന്നെ ഭേദപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം അത് എങ്ങനെ ചിലവാക്കണം? അതിലൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു 30,000-ഓ 40,000-ഓ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാസം കിട്ടുന്ന ശമ്പളം ആദ്യ ആഴ്ചയിൽ തന്നെ തീരുന്നൊരു പരാതി പലരും പറയാറുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായി വിനിയോഗിക്കേണ്ടത്? ഓക്കെ, പണം കൈകാര്യം ചെയ്യുന്ന ടൈമിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവം ഇപ്പോൾ ഒരു 30,000 ശമ്പളം കിട്ടുന്ന ആൾക്ക് ഇപ്പോൾ പൈസ ഒരാഴ്ച തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇനി പറയുന്നത് 3 ലക്ഷം രൂപ ശമ്പളം തന്നാലും ആദ്യം ഒരു 2 മാസമൊക്കെ അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ഓക്കെ ആയിട്ട് പോകും. പക്ഷെ അത് കഴിഞ്ഞാലും പുള്ളി ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഒരു പൈസ മാനേജ് ചെയ്യാനായിട്ടൊരു അച്ചടക്കവും അല്ലെങ്കിൽ ഒരു സ്വഭാവവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയണ കാര്യമാണ്, അമ്മൂമ്മമാരൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് കിട്ടണേക്കാളും കുറച്ച് ജീവിക്കുക എന്നുള്ളത്. പക്ഷേ ഇതറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ ഇത് പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ആൾക്കാരെല്ലാവരും പെട്ടിരിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാന്നുള്ള കാര്യം വെച്ചാൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കുക. ഇപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശമ്പളം തരുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും. പക്ഷേ ഇത് പല ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒത്തിരി വലിയ വലിയ എഞ്ചിനീയേഴ്സൊക്കെ നമ്മുടെ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ട് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് ഇരുന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും, ഇതെങ്ങനെ വാങ്ങാന്നുള്ളത്. അപ്പൊ ആ ടെംപ്റ്റേഷനിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അവനവന് സ്വന്തം നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടുപോകും. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു രീതിയായി ഇതിനെ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം ആ കാശ് നമ്മൾ ലാഭിക്കേണ്ടത്, എങ്ങനെ സേവ് ചെയ്യാൻ കഴിയണം? മണി മാനേജ്മെൻറ്റ് എവിടെ നിന്ന് പഠിക്കണം? നമുക്ക് ഒരു സ്കൂളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നില്ലല്ലോ. അല്ല, ഇത് ഒന്നാമത്തെ കാര്യം കുടുംബത്തിൽ തന്നെ പഠിക്കണം. പിന്നെ നമുക്കും ഇതിനൊരു താല്പര്യം വേണം. അപ്പോൾ ഇതൊരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ എവിടെയും പഠിപ്പിക്കുന്നില്ല, സെയിൽസ് ചെയ്യാൻ എവിടെയും പഠിപ്പിക്കുന്നില്ല. അത് സ്കൂളിലില്ല ഇപ്പോഴും. എത്രയൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് പൈസ മാനേജ്മെന്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്, സ്കൂളിൽ നിന്നല്ല. കാരണം സ്കൂളിൽ നിന്നാണെങ്കിലും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കോടീശ്വരന്റെ മോനെ എന്താ പറയാ 50,000 രൂപ ശമ്പളം കിട്ടുന്ന ടീച്ചർ പഠിപ്പിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ഹോം അല്ലേ. അപ്പോൾ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ആദ്യം തന്നെ ഒരു മാസത്തെ ബഡ്ജറ്റ് എത്രയെന്നുള്ളത് കൃത്യമായിട്ട് നിശ്ചയിക്കുക. ആ ബഡ്ജറ്റിൽ ജീവിക്കാനായിട്ട് പഠിക്കുക. ഇപ്പൊ 30,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തീരുമാനം എടുക്കുക, എനിക്ക് ഈ മാസം ഞാൻ 15,000 രൂപ മാത്രമേ ചിലവാക്കുള്ളൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ 50% ഞാൻ ചിലവാക്കുള്ളൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എത്രയാണോ നമുക്ക് ശമ്പളം കിട്ടുന്നതിന്റെ അതിന്റെ പകുതി കൂടുതൽ ചിലവാക്കാനുള്ള ഒരു അവകാശമില്ല എന്നുള്ള സത്യം നമ്മളോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. ഇത് എന്ന് പഠിപ്പിക്കാൻ പറ്റി, അത് നന്നായി. ഇനി വേറൊരു കാര്യമുണ്ട്, ഇയാൾക്ക് 5 ലക്ഷം ശമ്പളം കിട്ടുമ്പോൾ പകുതി ചിലവാക്കാൻ പഠിക്കരുത്. ആ ടൈമിൽ നമ്മുടെ പെർസെന്റേജ് കുറച്ചുകൂടി കുറയ്ക്കണം. അപ്പൊ നമ്മുടെ എത്രയാണോ ബഡ്ജറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റണം. ഇത് പലപ്പോഴും ശമ്പളം കിട്ടുന്നതിന്റെ പേരിൽ എല്ലാവർക്കും ശമ്പളം എത്രയെന്ന് അറിയാൻ പറ്റും, പക്ഷെ എത്ര പേർക്ക് അറിയാൻ പറ്റും? എനിക്ക് ഈ ഓഡിയൻസിലാണെങ്കിലും ഒന്ന് അവനവനോട് ഉത്തരം പറയാം, ആരോടും പറയണ്ട. മാസം ഇത്ര രൂപയെ ഞാൻ ചിലവാക്കുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അതില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് ഇനി എത്രയാണോ ചെറിയ ശമ്പളം, എത്രയാണോ വലിയ ശമ്പളം, അറ്റ്ലീസ്റ്റ് 50% നമ്മുടെ ചെലവ് ചുരുക്കാൻ പറ്റില്ല. ഇപ്പൊ 100% ചെലവാക്കി പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ 50% കുറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ്. ഇപ്പോൾ ഈ 50% ചിലവ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വരവിനനുസരിച്ച് ചിലവാക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ചിലവ് എങ്ങനെ കണക്കാക്കണം, എങ്ങനെ കണക്ക് കൂട്ടണം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലല്ലോ. എങ്ങനെ ആയിരിക്കണം നമ്മൾ ചിലവ് കണക്ക് കൂട്ടേണ്ടത്? ഇത് ഇനി അതറിയാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ഈ കേട്ടിരിക്കണ ഒരു ബുക്ക് വാങ്ങാം. ഒരു 100 പേജിന്റെ 200 പേജിന്റെ ബുക്ക് വരയിട്ട ബുക്ക് വാങ്ങാം. എന്നിട്ട് ഓരോടത്ത് ഡേറ്റ് ഇടുക, ഓരോടത്ത് വാങ്ങണ സാധനങ്ങൾ ഇടുക. എന്നിട്ട് അടുത്തതിലെ എമൗണ്ടിന് 2 തിരിക്കുക. ഒന്ന് നീഡ്, ഒന്ന് വാണ്ട്. അപ്പോൾ ഈ എല്ലാ ദിവസവും എന്ത് ചിലവാക്കുമ്പോഴും
ഡേറ്റ്, സാധനങ്ങൾ, എന്നിട്ട് എമൗണ്ട് കോളത്തിൽ നീഡാണോ വേണ്ടോ എന്ന് തരംതിരിച്ച് എഴുതാം. എന്നിട്ട് നീഡിലുള്ളത് എന്തുകൊണ്ടും നിർത്താൻ പറ്റില്ല. വീട്ടിൽ പാല് വാങ്ങണം, നിർത്താൻ പറ്റില്ല. പക്ഷേ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് വേണ്ടാണ്, അത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേറ്റവും വലിയൊരു കുഴപ്പമുണ്ട്. നമ്മൾ യാത്ര ചെയ്യണം, ആ ടൈമിൽ നമ്മൾ 30,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് ഓട്ടോയിൽ ഒന്നും പോകണമെന്നില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോകാം. ഇനി എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരിക, ഹോട്ടലിൽ പോയിട്ട് കഴിക്കണ്ട. ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണമെങ്കിൽ 150 രൂപ കൊടുക്കണം. വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ചിലവ് ചിലപ്പോൾ ഒരു 30 രൂപ 40 രൂപയ്ക്ക് കുറയും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിലവാക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് തുടക്കം. ഈ പറഞ്ഞ ആ ബുക്കിൽ ഇങ്ങനെ എഴുതുക, എന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് അനലൈസ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അടുത്ത ദിവസം ചിലവാക്കുന്ന ടൈമിൽ ഹോട്ടലിൽ പോകുമ്പോഴും വീട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി അവർ തീരുമാനമെടുക്കും. എല്ലാ ആഴ്ചയും ഒന്ന് ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് വിശകലനം നടത്താം. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച നമുക്ക് ആലോചിക്കാൻ പറ്റും ഏതാണ് നീഡിൽ നിർത്തേണ്ടത്, ഏതാണ് വാണ്ടിൽ നിർത്തേണ്ടത്. അങ്ങനെ ചിലവ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിനേക്കാളും ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സിനോട് ആർക്കൊക്കെയാണ് അധികം ചിലവ് എന്ന് പറഞ്ഞവരോട് ഞാൻ ഈ സാധനം ഇന്നും പറയാറ്. അത് മാസം 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ ശരി, 10,000 രൂപ ശമ്പളം കിട്ടുന്നവരാണെങ്കിലും ആരൊക്കെ ഇത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിൽ അവരുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി പലരും പറയാറുണ്ട് കടമാണ് ഏറ്റവും കൂടുതൽ അവരെ പെടുത്തുന്നത്. പല രീതിയിലായി, ഇപ്പോൾ വിവാഹത്തിനായിരുന്നാലും അതുപോലെ വാഹനത്തിനായിരുന്നാലും വീടിനായിരുന്നാലും പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായി കടമെടുക്കാറുണ്ട്. അത്യാവശ്യ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിരുന്നാൽ പോലും ഒക്കെ കടമെടുത്തായിരിക്കും തങ്ങളുടെ അപ്പോഴത്തെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പോൾ ഈ കടം കുമിഞ്ഞുകൂടുന്നു, കടം കുറയുന്നില്ല, കൂടുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നവർ കടത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ ആയിരിക്കണം കടം വീട്ടി തീർക്കേണ്ടത്? കടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് കേൾക്കാറുണ്ട്. കടം ഇപ്പോൾ അധികമില്ലാത്തവരും കടം ഉള്ളവരും. അപ്പോൾ കടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കടത്തിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഫസ്റ്റത്തെ കാര്യം. കടത്തിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതും ഈ പറഞ്ഞ ബുക്കിൽ തന്നെ അടുത്ത പേജിൽ എഴുതാം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് എഴുതാം. ഈ പറഞ്ഞ ഫസ്റ്റ് തുടർന്ന് ബഡ്ജറ്റ്, അടുത്ത പുറകിൽ നിന്നുള്ളത് കട എഴുതാനായിട്ട്. കടത്തെ പറ്റിയ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. ഇപ്പൊ പല ആൾക്കാർക്കും കടത്തിന് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ല, എത്ര EMI കൊടുക്കണമെന്ന് അറിയാൻ പറ്റും, അതും ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി പോകണതിൻ്റെ പേര്. അപ്പൊ കൃത്യമായിട്ട് ആദ്യം കടത്തിന്റെ പേര് എഴുതി വയ്ക്കുക, എന്നിട്ട് കടത്തിന്റെ ഇൻട്രസ്റ്റ് എത്രയെന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് ഇനി കടം എത്ര വീട്ടാനുണ്ടെന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് അടുത്തത് EMI എഴുതി വയ്ക്കുക. EMI ഒരിക്കലും മുടക്കാൻ പാടില്ല, ആദ്യത്തെ കാര്യം. ഫസ്റ്റ് റൂള് കടം ഒരിക്കലും EMI ഒരിക്കലും മുടക്കാൻ പാടില്ല. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അതിനേക്കാളും കുറവ് റേറ്റ് നാട്ടിലുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ കടം വാങ്ങിക്കണത് ഇപ്പോൾ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ NBFC എന്നാണെങ്കിൽ ഈ സെയിം കടം തന്നെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവുള്ളൂ. അതിലേക്ക് നമുക്ക് ടേക്ക് ഓവർ ഏൽപ്പിക്കാൻ പറ്റും നോക്കാം. എസ്പെഷ്യലി ഹോം ലോൺ ആണെങ്കിൽ പറ്റും. ഇപ്പൊ ചിലപ്പോൾ പേഴ്സണൽ ലോൺ എന്നൊക്കെ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. എന്നിട്ട് ഇതിൽ നോക്കാം ഇതിനേക്കാളും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറഞ്ഞ ലോൺ ഉണ്ടെന്ന് അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ EMI എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കും, ഒരിക്കലും EMI മുടക്കരുത്. എന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ കടം അത് ഏറ്റവും ആദ്യം വീട്ടാനായിട്ട് നോക്കുക. ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെയൊക്കെ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിൽ 2% ഉള്ളത് പറയും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും മാസത്തിൽ 2% 24% പെർ ആനം. ഇനി ഓൺലൈൻ കടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാസത്തിലായിരിക്കും അതിന്റെ ലോൺ കാൽക്കുലേറ്റ് ചെയ്യണത്. അത് ശരിക്കും പറഞ്ഞാൽ 36% അല്ലെങ്കിൽ 72% ആയിരിക്കും അതിന്റെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് അടച്ചു തീർക്കുക. ഒരിക്കലും ഒരു ലോണും നമ്മൾ ഒരു 10% കൂടുതലാണെങ്കിൽ എടുക്കരുത്. ഇത് മനസ്സിലാക്കി ഇനി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10% കുറവുള്ളത് ഏറ്റവും ആദ്യം അടച്ചു വീട്ടാനായിട്ട് ശ്രമിക്കുക. ഇനി വീട്ടിലെ സമയത്ത് ഏറ്റവും നോക്കേണ്ട കാര്യം വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏറ്റവും കുറവ് ഏതാണ് അത് വീട്ടാം. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യമാണ്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളത് വീട്ടുമ്പോൾ അത്രയും കുറവ് ഇൻട്രസ്റ്റ് ഇനി നാളെ തൊട്ട് കൊടുത്താൽ മതി. ഇനി ഏറ്റവും കുറഞ്ഞ ലോണ് മുഴുവനായിട്ട് വീട്ടുമ്പോൾ ഒരു ലോണ് കുറഞ്ഞു എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ അടുത്ത ലോണ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഏത് ലോണാണോ ക്ലോസ് ചെയ്തത് അതിന്റെ EMI ഉണ്ടല്ല അതെടുത്ത് ഏറ്റവും അടുത്ത ലോൺ ഏതാണോ കുറഞ്ഞത് അതിൽ വീട്ടാനായിട്ട് നോക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഇത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒന്ന് ഒരു പേപ്പറിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ലോണിന്റെ പേര്, EMI നോക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ EMI ഉള്ളതിനെ അറ്റാക്ക് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും വ്യക്തികളെ നിന്നൊക്കെയാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരോട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 1000 രൂപ വാങ്ങിയിട്ട് എന്താ പറയാ 1000 രൂപ ലോൺ എടുക്കും. പക്ഷെ അവർക്ക് കിട്ടുന്നത് 900 രൂപയ്ക്കായിരിക്കും. അപ്പൊ 100 രൂപയാണ് ഒരു ദിവസത്തേക്ക് പലിശ കൊടുക്കുന്നത്. പക്ഷെ ടു മച്ച്. അതൊക്കെ എപ്പോഴും ബാങ്കിങ് സ്ഥാപനങ്ങളായിട്ട് മാത്രം ഇടപെടാനായിട്ട് നോക്കാം.
അതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നു, കടം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ കിട്ടുന്ന കാശ് ശമ്പളം ഒരു മാസം ചിലവഴിച്ച് പോകുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ചിന്താഗതിയിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്യണമോ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ എത്തിക്കേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ തുടക്കക്കാർ, ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്തവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും മാൻഡേറ്ററി ആണ്. ഇപ്പോൾ മരിക്കും വരെ നമ്മൾ ജോലി എടുക്കാം എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജോലി എടുക്കുക, അന്നേക്കുള്ളത് ജീവിച്ചു പോകാം. കാരണം നമ്മളൊക്കെ ഇപ്പോൾ പണ്ടത്തെ ഒരു എന്താ പറയുക, നാടോടി അല്ലെങ്കിൽ ജിപ്സി എന്നുള്ള സംസ്കാരത്തിൽ ഇത് മാറി. നമുക്ക് ഏത് ആൾക്കാർക്കാണ് ഒരു ദിവസം റിട്ടയർമെൻ്റ് എടുത്ത് അടുത്ത മാസം കിട്ടുന്ന ശമ്പളത്തിന് ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാതെ, അങ്ങനെയുള്ള എല്ലാവരും ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി ഈ നമ്മുടെ ശമ്പളം 10,000 രൂപ ഉള്ളെങ്കിലും അതിൽ നിന്ന് 10% ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. എത്രയാ ഇനി 10 എന്നുള്ളത് 20-ഓ 30-ഓ ആക്കാനായിട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇനി ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് മനസ്സുകൊണ്ട് വിചാരിക്കുക എൻ്റെ ശമ്പളം അത്രേ ഉള്ളൂ എന്നുള്ളത്. ഇനി നമ്മൾ കോവിഡ് ടൈമിലൊക്കെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ ശമ്പളം 30% തട്ടിക്കുറയ്ക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, കോവിഡ് പോലത്തെ സിറ്റുവേഷനിലൊക്കെ. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും, നാളെ തൊട്ട് നിങ്ങളുടെ ജോലിക്ക് വരാന്ന് പറയാം. നിങ്ങൾ പറയുമോ എനിക്ക് എൻ്റെ കുടുംബത്തിനെ പോറ്റണം, നിങ്ങൾക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞിടാൻ പറ്റില്ല, അല്ലെങ്കിൽ 30% സാലറി കട്ട് വരാമെന്ന് നിങ്ങൾ അവിടെ കടിച്ചു നീങ്ങി നിൽക്കും. ഇപ്പോൾ പലപ്പോഴും ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും ശമ്പളം വരുന്ന ഡേറ്റ് ഒക്കെ വൈകാറുണ്ട്. ആരെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അവനാവും തന്നെ തീരുമാനിക്കും ഇനി നാളെ തൊട്ട് എനിക്ക് 10% ഇല്ല എന്നുള്ളത്. എന്നിട്ട് ആ പൈസ നാളേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാത്തവർ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പണ്ട് ഓഫീസിൽ എപ്പോഴും സെയിൽസ് ടീമിനൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് എപ്പോഴും ചിലവർ പറയും ആൾക്കാരുടെ അടുത്ത് പൈസ ഇല്ല, അതിൻ്റെ പേരിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അവരോടൊന്ന് കൃത്യമായിട്ട് ചോദിക്കുക. ഈ നാട്ടിൽ ഒരാൾക്ക് പോലും ഇല്ല എക്സ്പെൻസിൻ്റെ 10% എഫക്റ്റീവ്ലി മാനേജ് ചെയ്താൽ കട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഏതൊരാൾക്കും മിനിമം ഇനി എന്ത് പറഞ്ഞാലും ശരി എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് 10% കുറയ്ക്കാനായിട്ട് പറ്റാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിലില്ല. ഒന്ന് എഫക്റ്റീവ്ലി ആ നേരത്തെ പറഞ്ഞ പോലെ നീഡ് ഫണ്ട് തരംതിരിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റിംഗ് നമ്മൾ ശ്വസിക്കുന്ന പോലെ തന്നെ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, എൻ്റെ കയ്യിൽ കുറച്ച് പണം അധികമുണ്ട്, ഒരു 1 ലക്ഷമോ 5 ലക്ഷമോ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാനത് FD-യിലേക്ക് നിക്ഷേപിക്കണമോ? അതല്ല, എൻ്റെ കയ്യിൽ പണമില്ല, ഈ പറയുന്നത് പോലെ തന്നെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? SIP പോലെയും മ്യൂച്വൽ ഫണ്ട് പോലെയും ഒക്കെ തന്നെ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ? ഇതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ FD, ഇപ്പോൾ RBIയുടെ കീഴിലുള്ള ബാങ്കുകളിൽ FD-യിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഇത്രയും അധികം ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വേറെ ഇല്ല. അപ്പോൾ റെഗുലേറ്റഡ് എന്ന് പറഞ്ഞ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ പറയും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളാണ്, അപ്പുറത്ത് എൻ്റെ കൊല്ലങ്ങളായിട്ട് അറിയുന്ന ആൾ നടത്തുന്ന സ്ഥാപനമാണ്. ഒരിക്കലും പറയാൻ പറ്റില്ല ഇനി അദ്ദേഹം നാളെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ ആരോട് പോയി പൈസ ചോദിക്കും. അപ്പോൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും നിർത്തി പോകാൻ പറ്റില്ല. ഇനി അവർ നിർത്തി പോകണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും കമ്പനിക്ക് വിറ്റിട്ട് അതിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം റെഗുലേറ്റഡ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും മ്യൂച്വൽ ഫണ്ട് എല്ലാവരും എല്ലാവരും മ്യൂച്വൽ ഫണ്ട് വേണം. അതല്ല, മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് തന്നെ ഏകദേശം വെറൈറ്റി ഓഫ് ഒരു 50-60 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു മാസം ജീവിക്കാനുള്ള പൈസയേ ഉള്ളൂ, എനിക്ക് കുറച്ച് പൈസയേ ഉള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാനുള്ള താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഫണ്ടുകളുണ്ട്. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോൾ വേണമെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്ന പോലെ തന്നെ വെക്കുക, അല്ലെങ്കിൽ FD പോലെ വെക്കണമെങ്കിൽ വെക്കുക. അതിൽ FD ആണെന്നുണ്ടെങ്കിൽ ഇത്ര നാളത്തേക്ക് ഫിക്സഡ് ആയിട്ടുണ്ടോ. ഇവിടെ അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒന്ന് മ്യൂച്വൽ ഫണ്ട് ഡെറ്റിലുള്ളത്. ഇനി നമുക്ക് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, എനിക്ക് 5 വർഷം 1 ലക്ഷം 5 ലക്ഷം ഒരു വർഷം അങ്ങനെ ഇക്വിറ്റി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ മുകളിലേക്കും താഴേക്കും പോയി എനിക്ക് അത് എടുക്കാനുള്ള ഇഷ്ടമില്ല, അത് പേടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വിറ്റി ഡെറ്റും ഫിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നൊക്കെ പറയും. ഇനി ആൾക്കാർ പറഞ്ഞു എനിക്ക് സ്വർണ്ണത്തിലാണ് വിശ്വാസം, എനിക്ക് വെള്ളിയിലാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണത്തിൽ ആഭരണം വാങ്ങി വെക്കണമെങ്കിൽ അതിന് മേക്കിംഗ് ചാർജസ് എല്ലാം കൊടുക്കണം, പിന്നെ സ്വർണ്ണം നാളെ സൂക്ഷിച്ച് വെക്കണം എവിടെ എന്നുള്ളത്. അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ഗോൾഡിന്റെ വില കുറയുന്നുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ. നാളെ ഗോൾഡ് ആരെങ്കിലും കട്ടുണ്ടോ എന്നുള്ളത് പേടിക്കണ്ട, ഗോൾഡിന്റെ ഇനി തേയ്മാനങ്ങൾ പേടിക്കണ്ട.
ഗോൾഡ് ആരെങ്കിലും കട്ടുണ്ടോ അത് വേണ്ടി. അപ്പൊ ഇതെല്ലാവരും നമുക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമുള്ളൂ, എനിക്കിപ്പോൾ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വേണം. അതനുസരിച്ചിട്ട് അതിന് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഞാൻ പറയുമ്പോഴും എപ്പോഴും പേടിയാണ് ഇങ്ങനെ പറയാനായിട്ട്. കാരണം വെച്ചാൽ ഇത് കേട്ടിട്ട് ഹാഫ് നോളജ് വെച്ച് പോയിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് പറയും എനിക്ക് ഇതൊക്കെയാണ് ആവശ്യം, എനിക്ക് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അവർ ചിലപ്പോൾ ചില നല്ല ആൾക്കാരെ പറയും ഇത് FD യിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വെച്ചാൽ മതി, ഓക്കെ ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇന്നത് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് പറ്റും. അത്തരത്തിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അതായത് ഇപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് കയ്യിൽ വലിയ തോതിലൊരു എമൗണ്ട് കിട്ടിയിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് സമ്പാദ്യ മാർഗങ്ങളിലൂടെയോ മറ്റോ വലിയൊരു ബൾക്ക് എമൗണ്ട് കയ്യിലിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് സ്വർണത്തിലേക്ക് നിക്ഷേപിക്കണമോ അതോ റിയൽ എസ്റ്റേറ്റിലേക്ക് നിക്ഷേപിക്കണോ, ഏതാണ് ബെസ്റ്റ്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അത് അങ്ങനെ നിക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? അല്ല, ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം. നമുക്ക് ഈ പൈസ എന്തിനാണ് വേണ്ടതെന്നുള്ളത് ഇത് ഏറ്റവും കൂടുതൽ അവനവനെ അറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു കല്യാണം കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും പോയിട്ട് അന്നാവാ കല്യാണം കഴിക്കാന്ന് പറയൂ, അവരെ പറ്റിയിട്ടുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ നോക്കും, അവരുടെ സ്വഭാവങ്ങൾ നോക്കും. ഇതെല്ലാവരും നോക്കിയിട്ടല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, കല്യാണത്തിലേക്ക് ഏർപ്പെടും. ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതിനു മുന്നേ നമ്മൾ ഇപ്പോൾ ഇനി കല്യാണത്തിന്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ട് നമ്മൾ നോക്കണേക്കാളും മുന്നേ നമ്മുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ആദ്യം അറിയണം. എനിക്ക് ഏത് ടൈപ്പ് ആൾക്കാരെ ഇഷ്ടം, എനിക്ക് ജോലിയുള്ള ആളുടെ ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ചൂടാവുന്ന ആൾക്കാരുടെ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് സൗമ്യമായിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടം, അതിനെപ്പറ്റിയുള്ള ധാരണ എനിക്ക് ഉണ്ടാവണം. എന്നിട്ട് നോക്കണം ഈ സ്വഭാവമുള്ള ആരാണ് നാട്ടിലുള്ളത്, അവരെയാണ് നമ്മൾ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യണത്. ഇതിനാണ് ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് ഈ പൈസ എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഏതാണ് മാർക്കറ്റിൽ അവൈലബിൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ സ്വർണം പിടിക്കുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ സ്വർണത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അതല്ല അത് മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല പറമ്പ് എനിക്ക് ഒരു കോടി രൂപയുണ്ട്, ഒറ്റയടിക്ക് പോയിട്ട് എനിക്ക് പറമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നാളെ 10 ലക്ഷം രൂപ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറമ്പാണെങ്കിൽ മുറിച്ച് വിൽക്കാൻ പറ്റും. പക്ഷെ ഒരു ഫ്ലാറ്റാണ് വാങ്ങിക്കണം വിചാരിക്കും, നമുക്ക് പറയാൻ പറ്റുമോ ഒരു ഫ്ലാറ്റിന്റെ ചെറിയ ഇഷ്ടിയുണ്ട് അതെടുത്തിട്ട് 10 ലക്ഷം രൂപ വിൽക്കാം? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബൾക്കായിട്ട് വിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കണം എൻ്റെ അടുത്ത് 1 കോടി ഈ പറഞ്ഞ പൈസ ഒരു 10 വർഷത്തേക്ക് ഓക്കെ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമുക്ക് ലിക്വിഡിറ്റി എത്രയുണ്ടെന്ന് അറിയണം. എപ്പോൾ വിറ്റ് എത്ര ടൈമിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതേമാതിരി എൻ്റെ അപ്രീസിയേഷൻ ആണ് വരുന്നത്, അതിൽ ഇൻകമാണ് വരുന്നത്. അപ്പോൾ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വേണം, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് വേണോ, ഗോൾഡ് വേണോ, സ്റ്റോക്ക് വേണോ, FD വേണോ എന്ന് തീരുമാനിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പലപ്പോഴും ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കണുണ്ട് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കും. ബെസ്റ്റ് എന്നല്ല ചോദിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ പറയാം നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഏതാണെന്നുള്ളത്. കാരണം ഇവിടെ നാട്ടിൽ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ബെസ്റ്റാ. നമുക്ക് നാട്ടിൽ പറയാൻ പറ്റും ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിനെ വന്നിട്ട് അവരുടെ സ്വഭാവം മോശമാണ്, അവർക്കും പറ്റിയ നല്ല സുന്ദരിയായിട്ടുള്ള ആളുകൾ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെയാണ് എൻ്റെ സ്വഭാവത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ എല്ലാവരും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി നോക്കിക്കാണുന്നത് സ്വർണ്ണമാണ്. ദിനംപ്രതി സ്വർണത്തിൻ്റെ വിലയും കുതിച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ വന്ന സാഹചര്യത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ സ്വർണ്ണം എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ സ്വർണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട്, പൊടുന്നനെ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ കുറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സ്വർണം തീവിലയല്ലേ, എന്തിന് വാങ്ങണം, നാളെ ഒരു സമയത്ത് വില ഇടിഞ്ഞാലോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വർണം വാങ്ങേണ്ട ഏറ്റവും നല്ല സമയം അത് ഏതാണ്, എങ്ങനെയാണ് സ്വർണം വാങ്ങേണ്ടത്? സ്വർണം വാങ്ങേണ്ടത് എപ്പോഴും നല്ല ടൈമാണ് ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യത്തിലുള്ളൂ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര പെർസെന്റേജിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഇപ്പൊ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതിന്റെ പേരിൽ സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈവൻ ഇന്ത്യയിൽ ഒന്നും കൂടി ആഗ്രഹമുണ്ട്, കാരണം ഡോളറിന്റെ വിലയും കൂടുന്നുണ്ട്. പക്ഷെ നമ്മളൊരു 2011 അല്ലെങ്കിൽ 2015 കാലഘട്ടത്തിലൊക്കെ നോക്കണേ സ്വർണ്ണം ഇങ്ങനെ കൂടിയിട്ടില്ല. അപ്പോൾ സ്വർണം എപ്പോഴും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു അസറ്റാണ്. അപ്പൊ നമ്മുടെ മൊത്തത്തിലെ സ്വത്തിന്റെ ഒരു 20% ഗോൾഡ് മതി. അപ്പൊ ഇപ്പൊ ഗോൾഡ് വാങ്ങണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് മൊത്തത്തിൽ എത്ര സ്വത്തുണ്ട്, അതിൽ ഗോൾഡിന് എത്ര പെർസെന്റേജ് ഉണ്ട്, ഇത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഗോൾഡ് വാങ്ങാനായിട്ട്. പക്ഷേ ഇപ്പൊ പലപ്പോഴും പറയും നമ്മൾ ഇപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI പോലത്തെ ബാങ്കുകളൊക്കെ ഗോൾഡ് നന്നായിട്ട് വാങ്ങുന്ന ആൾക്കാരാണ്. അവരിത് വാങ്ങുന്നത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർ റിട്ടേൺ കിട്ടുന്ന വെച്ചിട്ടല്ല വാങ്ങണത്.
നമ്മൾ വാങ്ങണ കാര്യം വെച്ചാൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുള്ള ഒരു കണ്ണിലാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ ഇത് അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു മൊത്തം സ്വത്തിന്റെ ഒരു 20-30% ഗോൾഡ് ഉണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കണേ നല്ലത്. ഇനി അതല്ല, അത് ഇല്ലെങ്കിൽ ഗോൾഡ് നമുക്ക് ഇപ്പോഴേ വാങ്ങിക്കൊണ്ട് ഇരിക്കണത് തെറ്റില്ല. ഇനി അതുപോലെ തന്നെ ചിട്ടിയാണോ അതോ മ്യൂച്വൽ ഫണ്ട്സുകളാണോ ഏറ്റവും നല്ലത് എന്നുള്ളൊരു സംശയമുണ്ട്. ചിട്ടിയിലാണ് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ തന്നെ കൂടുതൽ ആകർഷകരായിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ടിനോട് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. റിസ്ക് അല്ലേ എന്നുള്ള ചോദ്യം ഉയർത്തി. ഓക്കെ. അപ്പോൾ ചിട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് ചിട്ടി ചെയ്യുന്നത് എന്നുള്ള ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി ഉള്ള നമുക്കൊരു ഗവൺമെന്റായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചിട്ടി ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൈവറ്റ് പാർട്ടികൾക്ക് അത് ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അവിടെ നല്ലൊരു റിസ്ക് മാനേജ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അടുത്ത കാര്യം. ഇനി ചിട്ടി ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ള കണക്കിൽ നോക്കണമെങ്കിൽ നമ്മൾ നോക്കണം ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നത്. പലപ്പോഴും ചിട്ടി വിളിക്കുഴവും അതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും എനിക്ക് 10,000 ചിട്ടി ചേർത്ത് കഴിഞ്ഞാൽ 9,000 കൊടുത്താൽ മതി, 9,200 കൊടുത്താൽ മതി. പക്ഷേ അത് നിങ്ങൾ എല്ലാ ദിവസവും 5 കൊല്ലം മുന്നേ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണത് ഇങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് എത്ര കിട്ടി നോക്കണം. ആ കിട്ടിയത് നോക്കുമ്പോൾ മിക്കവാറും FD-യേക്കാളും കുറഞ്ഞ റിട്ടേൺ ഉണ്ടാകത്തുള്ളൂ പലപ്പോഴും. ഇനി ചിട്ടി തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ ചിട്ടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വിളിച്ചെടുക്കാം. അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടി വെക്കണം, നമുക്ക് അതിൽ നിന്ന് ചിട്ടി കിട്ടും. അപ്പൊ ചിട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ്സ് എ ലോൺ. അപ്പൊ ലോൺ എന്നുള്ള ആംഗിളിൽ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല കാര്യമാണ്. ഈ പറഞ്ഞ ഇനി നമുക്ക് പൈസ എപ്പോഴും റോൾ ചെയ്യാൻ വേണം, ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച് പൈസ എപ്പോഴും റോൾ ചെയ്യാൻ വേണം. അങ്ങനെയുള്ള ചിട്ടി ഇസ് വെരി ഗുഡ് ഈ പറഞ്ഞ ഒരു ആംഗിളിൽ പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഇനി അതല്ല, എനിക്ക് എൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ വരെ 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 2-3 ചിട്ടി ചെയ്തതിനേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും. ഇപ്പോൾ നമ്മൾ മണി ടോക്സിലൊക്കെ വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. 5 കൊല്ലത്തേക്ക് ചിട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ വരുന്ന 3-4% ഒക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ആ പൈസ നമ്മൾ ഏകദേശം 4-5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. അപ്പൊ എപ്പോഴും നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ആവശ്യത്തിന് നല്ലത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലത്തേക്ക് നല്ലത്. അതല്ല, പൈസ റോൾ ചെയ്യാനാണ് ഒരു ഈ പറഞ്ഞ ഒരു റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ലോൺ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ ചിട്ടി ഈസ് ദ ബെസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയുക, അതനുസരിച്ച് തീരുമാനിക്കുക. ഇനി അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെന്നുള്ളത്. അപ്പോൾ വീട് വെക്കാൻ പറ്റിയ സമയം ഏത് എന്നുള്ള ചോദ്യമുണ്ട്. ഏത് പ്രായത്തിൽ വീട് വെക്കണം, ഏത് സമയത്ത് വീട് വെക്കണം, എങ്ങനെ വീട് വെക്കണം, പണം എങ്ങനെ കണ്ടെത്തണം. ഹോം ലോൺ എടുത്താണ് കൂടുതൽ ആളുകളും വീട്ടിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഹോം ലോണിന് പിന്നിൽ വലിയൊരു ചതിക്കുഴി ഇല്ല എന്നുള്ളൊരു ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. അത് യാഥാർത്ഥ്യം കൂടിയല്ലേ? അല്ല, ഹോം ലോൺ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഹോം ലോണാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനം. കാരണം ഹോം ലോൺ വരുമ്പോൾ തന്നെ ആ ബിസിനസ് നോക്കണം. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകൾ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആവാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഒരുത്തനെ കൊണ്ട് ഹോം ലോൺ എടുക്കുന്നത്. 20 വർഷത്തേക്ക് അവൻ്റെ കരിയർ ലോക്കായി. ഇനി വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ശരി, EMI അടയ്ക്കാനുള്ള പൈസ ഉള്ളു. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് എംപ്ലോയീസ് ഒരു സിറ്റിസനെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ഏറ്റവും നല്ലത് ഹോം ലോൺ. ഇനി അടുത്ത കാര്യം, ഒരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്യുന്നത്. സിമെന്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും, പെയിന്റ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും, എല്ലാ ടൈൽസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യും. ഇതെല്ലാം എത്ര പ്രൊഡക്റ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാർക്ക് ജോലിയാണ് കിട്ടുന്നത്. പണിക്കാർക്ക് ജോലിയായി, കോൺട്രാക്ടർക്ക് ജോലിയായി, എൻ്റെ എക്കോസിസ്റ്റം വലിയ. അപ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹോം ലോൺ എന്ന് വെച്ചാൽ കളിക്കണ കളി വേറെ ഒന്നുമില്ല. ഇതിനേക്കാൾ പറയും. ഇനി ലോണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിനുള്ള ഏറ്റവും വലിയ ഇൻകമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം ലോൺ എടുത്തിട്ട് 20 വർഷത്തേക്കാണ് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം അടച്ചു തീരുമ്പോഴേക്ക് 1 കോടിയായി. എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ നമ്മൾ ആ ബാങ്കിൽ നമ്മൾ പൈസ കൊടുത്തു ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ പലപ്പോഴും ഈ ഇതിന്റെ പേരിൽ തന്നെ ഇനി എത്ര രൂപ മാറിയെന്നുണ്ടില്ലേ ഈ പറഞ്ഞ സാധനം. പിന്നെ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റയടിക്ക് വാങ്ങണമെങ്കിൽ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ ഗവൺമെന്റിന് പൈസ കിട്ടി ഈ പറഞ്ഞ സാധനം. അതിന് GST വന്ന് ഗവൺമെന്റിന് പൈസ കിട്ടി. അപ്പോൾ എത്ര ബെനിഫിഷ്യറിയാ നോക്ക് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ പോലത്തെ സാധാരണക്കാരെ കൊണ്ട് ഈ ഒരു ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് വെച്ചുള്ളൂ, ഓരോ സ്ഥാപനങ്ങൾക്ക് വെച്ചുള്ളൂ. അപ്പോൾ ഇതൊരു സൊസൈറ്റി ഇങ്ങനെ ആയി. ഈ പറഞ്ഞതിൽ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എത്ര മാത്രം എൻ്റെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് എനിക്ക് ബെനിഫിറ്റ് ഉള്ള നോക്കണം. അപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് ഒരു 1-2 നിയമങ്ങൾ പറയാം.
ഒന്ന്, എനിക്ക് 20% എൻ്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുള്ള ശേഷി എൻ്റെ അടുത്തുണ്ടോ? കുറി വിളിച്ചിട്ടോ ഗോൾഡ് ലോൺ വെച്ചിട്ടല്ല, അല്ലാതെ ഫ്രീ ആയിട്ട് എത്രയാണോ ഞാൻ എടുക്കാൻ പോകുന്നത് 20% എൻ്റെ അടുത്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇനി 80% ഞാൻ ലോൺ എടുക്കണമെങ്കിൽ ആ ലോണിന്റെ EMI 10 വർഷത്തേക്കാണ് എടുക്കണമെങ്കിൽ 10 വർഷത്തേക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ശമ്പളത്തിന്റെ 25% വരാൻ പാടുള്ളൂ. ശരി. ഈ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ലോൺ എടുക്കാൻ പറ്റും നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇനി പലരും പറയും അങ്ങനെയാണെങ്കിൽ 30 വർഷത്തേക്ക് ലോൺ എടുക്കാന്നുള്ളത്. 30 വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം നോക്കും. ഇനി 20 വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതാണ് വ്യത്യാസം. 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്യാപിറ്റലിന്റെ 25% ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. പക്ഷെ 20 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് 100% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. സോ ഡു യു വാണ്ട് ടു ബി ദാറ്റ് കൈൻഡ് ഓഫ് എ കോൺട്രിബ്യൂട്ടർ ടു ദ ബാങ്ക് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ഇനി അതോടൊപ്പം തന്നെ ഇനി ലോൺ എടുത്താൽ തന്നെ വീട്ടാനൊക്കെ വഴികളുണ്ട് ഇഷ്ടമായി. ഒന്ന്, വൃത്തിയായിട്ട് പണിയെടുക്കുക, ഇൻകം കൂട്ടി കഴിഞ്ഞിട്ട് ലോണിൽ അടയ്ക്കണ കോൺട്രിബ്യൂഷൻ കൂട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോം ലോൺ എടുത്ത് നമ്മൾ നോക്കണേ 20 വർഷത്തേക്കാണെങ്കിൽ ഫസ്റ്റ് 1-2 വർഷമൊക്കെ 5% ക്യാപിറ്റലിലേക്ക് പോകണുള്ളൂ, പ്രിൻസിപ്പളിലേക്ക് പോകണുള്ളൂ. അതിന് പകരം എപ്പോഴാണ് നമുക്ക് അഡീഷണൽ പൈസ വരുന്നത് അപ്പോൾ പ്രിൻസിപ്പളിലേക്ക് കൂട്ടി അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 20 വർഷത്തെ ലോണൊക്കെ 10 വർഷത്തിൽ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് കൂട്ടത്തിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഹോം ലോൺ എടുത്ത് ആകെ പെട്ടിരിക്കുകയാണ്, കിട്ടുന്ന ശമ്പളം മുഴുവൻ വീടിനേക്ക് അടയ്ക്കാനും വീട്ടു ചെലവും കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എമർജൻസി ഫണ്ടിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എമർജൻസി ഫണ്ടിന്റെ പ്രാധാന്യം എന്താണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ? അല്ല, ഞാനിപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതാണ് കുഴപ്പം. ഹാഫ് ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് എമർജൻസി ഫണ്ട് വേണം. പിന്നെ ഇവൻ കടത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ കടം വരുന്നുള്ളൂ. ആ ടൈമിൽ ഞാൻ ഹാഫ് ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവണമായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് വേണമായിരുന്നു. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ ഇപ്പൊ ഇതാണ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പറയും, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉത്തരം പറയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പറയുന്നില്ല. അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പോരായ്മയും കൂടിയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഡെഫിനറ്റ്ലി എമർജൻസി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി പോയി, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, 6 മാസത്തേക്ക് നമ്മുടെ മാസത്തെ ചെലവിന്റെ ഒരു പൈസ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 6 മാസം ഈ കടമൊന്നും എടുക്കണ്ട. ഇനി അടുത്ത ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ എമർജൻസി ഫണ്ടിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മാസത്തെ ചെലവിൽ EMI കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള പൈസ മാത്രം പോരാ, EMI കൂടിയും അതിൽ പെട്ടിരിക്കണം. അപ്പൊ കാരണം വെച്ചാൽ ജോലി പോയി കഴിഞ്ഞാൽ ലോൺ 50,000 രൂപയാണ്, മാസച്ചെലവ് 50,000 രൂപയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ആകെ എന്താ പറയാ 50,000 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്കുള്ള 6 ലക്ഷം കയ്യിലുണ്ട്. അപ്പോൾ EMI കൂട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ EMI കൂടെ തരുമ്പോൾ 3 മാസത്തിനുള്ളിൽ എൻ്റെ എമർജൻസി ഫണ്ട് തീരും. അപ്പൊ പിന്നെ ടെൻഷൻ ആവും. അപ്പോൾ നമ്മൾ ഇവൻ 25% EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ലോൺ മാത്രമല്ല, എൻ്റെ EMI 25% വരാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണും മാനേജ് ചെയ്യാൻ പറ്റും. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു സപ്പോർട്ടാണ്, ഒരു കുഷനാണ്. കാരണം പെട്ടെന്ന് അടുത്ത ലോണിലേക്ക് പോകാണ്ടിരിക്കാൻ പറ്റും. അതേമാതിരി നമുക്ക് പെട്ടെന്ന് ജോലി ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ജോലി ഇപ്പൊ ഇനി എമർജൻസി ഫണ്ട് എത്ര വേണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പറയും 3 മാസം 6 മാസം മതി എന്നുള്ളത്. അതല്ല ശരിക്കുള്ള ആൻസർ. വെച്ചാൽ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടാൻ എത്ര ടൈം എടുക്കും? ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മുടെ ടോക്കിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അതായത് ഒരു സാമ്പത്തിക അച്ചടക്കം അത് എങ്ങനെയാണ് പാലിക്കേണ്ടത്? സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്ന്, വൃത്തിയായിട്ട് ഇങ്ങോട്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പൊ ജോലിക്കാരനാണ് ബിസിനസ്സുകാരനാണെങ്കിൽ വൃത്തിയായിട്ട് പണിയെടുക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ അഡീഷൻ കൊടുക്കണം. ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് വാല്യൂ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഇത് വാങ്ങത്തുള്ളൂ. അതേമാതിരി ഒരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, അടുത്ത ജോലിക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിനൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാളും ഭേദം ആദ്യം തന്നെ നിങ്ങളുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ട്രേഡിങ് അഡീഷണൽ ഇൻകത്തിന് വേണ്ടി ട്രേഡിങ്ങിന് പോകും. അപ്പോൾ നമുക്ക് ശമ്പളം തരുന്ന ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ ശ്രദ്ധിക്കാണ്ടാണ് നമ്മൾ അടുത്ത സാധനം പിടിക്കാൻ പോണത്. അപ്പോൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. മാക്സിമം നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഇൻസെന്റീവ് സ്ട്രക്ചർ ഉണ്ടോ, ബോണസ് ഉണ്ടോ, നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കണം. ഇപ്പൊ ചില ടൈമിൽ ആൾക്കാർ പറയാറുണ്ട് എന്റെ ശമ്പളം കുറവാണ്, അപ്പൊ ഞാൻ അവരോട് നിങ്ങൾക്ക് ഇൻസെന്റീവ് സ്ട്രക്ചർ ഉണ്ടോ, ഇൻസെന്റീവ് കിട്ടാറുണ്ടോ? ഇൻസെന്റീവ് ഒന്നും കിട്ടാറില്ല, കാരണം ആ ടാർഗറ്റ് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അതിനർത്ഥം അവർ വൃത്തിയായിട്ട് പണിയെടുക്കണം അതിനർത്ഥം. അപ്പം ഒന്ന്, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം, അത് മാക്സിമം ഉപയോഗിക്കണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്.
ഇതാണ് പലരും ഏത് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നോക്കണം. അതല്ല, ഉള്ള പണിയിൽ വൃത്തിയായിട്ട് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ, ഇനി നാളെ ആ കമ്പനിക്ക് ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ നിങ്ങളുടെ പേര് വരുമോ? കാരണം നിങ്ങൾ മടിയനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേര് ആരായിരിക്കും? കമ്പനി ലേ ഓഫ് വരണമെങ്കിൽ നിങ്ങളുടെ ആയിരിക്കും. യു ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ കിട്ടുന്ന പൈസനേക്കാളും കുറച്ച് ജീവിക്കാനായിട്ട് പഠിക്കാം. ഒരിക്കലും അവധി ചെലവുണ്ടാവരുത്. ഇനി EMI ഉള്ളത് എപ്പോഴും നമ്മുടെ പലരും പറയും, ബാങ്കൊക്കെ പറയും 40% വരെ EMI. നോ, 25% കൂടി EMI ഉണ്ടാകാൻ പാടില്ല. ഈ EMI കുറിയും വിളിച്ചിട്ടുള്ള കുറിയും പെട്ടിട്ടുണ്ട്, ഗോൾഡ് ലോണും പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഗോൾഡ് ലോണിങ് എല്ലാ വർഷവും പുതുക്കാതെ പറയണത്. ആ ഗോൾഡ് ലോൺ എന്നൊക്കെ തീർക്കാൻ പറ്റും, എന്നിട്ടൊരു EMI ഡിഫൈൻ ചെയ്യണം. ആ പൈസ കൂടി കൂട്ടിയിട്ടൊഴിക്കണം 25% എന്ന് പറഞ്ഞാൽ. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ചടക്കമായി. ഇനി അതിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും ഉണ്ടായിരിക്കണം ബേസിക്കലി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യണം, റിട്ടയർമെന്റ് ഡേറ്റ് ഉണ്ടോ, അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു സമ്മറി ഉണ്ടല്ലോ, അതിൽ ഓരോരുത്തരും ഇതിൽ നോക്ക്, ഏതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോരായ്മയുണ്ട്. അത് ഈ സാധനം മിനിമം പറഞ്ഞത്, ആ മിനിമം ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ സാമ്പത്തിക ഡിസിപ്ലിൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഈ സാധനം ചെയ്തെടുക്കണം. തീർച്ചയായിട്ടും വളരെ അറിവുള്ള കാര്യങ്ങളാണ്. പലരും എന്ത് ചെയ്യണമെന്ന്, ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു തരുമെന്നുള്ള സംശയമടക്കം പലരും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ നിരവധി പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോക്ക് കൂടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. വളരെ നന്ദി ശ്രീ നിഖിൽ ഗോപാലകൃഷ്ണൻ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.